iPlus ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. മെഡിക്കലി ഇമ്പോർട്ടന്റ് ബാക്ടീരിയനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മെഡിക്കലി ഇമ്പോർട്ടന്റ് ബാക്ടീരിയ നമ്മൾ പറഞ്ഞു മെയിൻലി 3 കാറ്റഗറീസ് ഉണ്ട്. റിജിഡ് അഥവാ തിക് സെൽ വോൾഡ് ബാക്ടീരിയ, തിൻ അഥവാ ഫ്ലെക്സിബിൾ ബാക്ടീരിയ, സെൽ വോൾ ലെസ് അല്ലെങ്കിൽ സെൽ വോൾ ആബ്സെന്റ് ആയിട്ടുള്ള. അതിൽ റിജിഡ് അഥവാ തിക് സെൽ വോൾഡ് ബാക്ടീരിയ തന്നെ നമ്മൾ ഫ്രീ ലിവിംഗ് ബാക്ടീരിയ എന്നും നോൺ ഫ്രീ ലിവിംഗ് ബാക്ടീരിയ എന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. സോ റിജിഡ് ഓർ തിക് സെൽ വോൾഡ് ബാക്ടീരിയയിൽ തന്നെ ഫ്രീ ലിവിംഗ് ബാക്ടീരിയയിൽ നമ്മൾ ഗ്രാം പോസിറ്റീവ് കോക്കയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഗ്രാം പോസിറ്റീവ് മെഡിക്കലി ഇമ്പോർട്ടന്റ് കോക്കയിലെ വൺ എക്സാമ്പിൾ ആയിട്ടുള്ള സ്റ്റെഫൈലോകോക്കസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയ ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോകോക്കയാണ്. എന്താണ് സ്ട്രെപ്റ്റോകോക്കെ? അപ്പൊ സ്ട്രെപ്റ്റോകോക്കെ എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ വരുന്ന ഒരു ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോകോക്കെ എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെപ്റ്റോകോക്കസിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഇതും എന്താണ്? ഇറ്റ്സ് ഗ്രാം പോസിറ്റീവ് കോക്കയാണ്. ഗ്രാം പോസിറ്റീവ് കോക്കെ ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോകോക്കെ. Streptococcus are gram-positive cocci arranged in chain or pairs. അപ്പോൾ Streptococcus എന്ന് പറയുന്നത് gram-positive cocci ആണ്. ഇത് ചെയിൻ ആയിട്ട് അല്ലെങ്കിൽ പെയേഴ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കൊക്കയാണ് ഇങ്ങനെ ചെയിൻ ആയിട്ട് അല്ലെങ്കിൽ പെയേഴ്സ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. They are gram-positive cocci arranged in chain or pairs. They are part of normal flora of humans and animals. ഹ്യൂമൻസിന്റെയും ആനിമൽസിന്റെയും ഒക്കെ കേസസിൽ ഇതെന്താണ്? ഒരു നോർമൽ ഫ്ലോറ ആയിട്ടാണ് പറയുന്നത്. സം ഓഫ് ദം ആർ ഹ്യൂമൻ പതോജൻ. ഇനി അതിൽ തന്നെ എന്താണ്? ഹ്യൂമൻ പതോജൻ ആയിട്ടുള്ളത് ഉണ്ട്. അപ്പൊ നോർമലി ഇത് ആനിമൽസിലും ഹ്യൂമൻസിലും കാണപ്പെടുന്ന കമൻസാലാണ്. എന്നാൽ ഇതിൽ പതോജനിക് ആയിട്ടുള്ള മെമ്പേഴ്സും പ്രസന്റ് ആണ്. എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ സ്റ്റാഫിന്റെ കേസിൽ പറഞ്ഞിരുന്നു. സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനിലൊക്കെ കാണപ്പെടുന്ന കമൻസാലാണ്. ബട്ട് അതിൽ സ്റ്റെഫലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്നത് പതോജനിക് ആണ്. അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസിന്റെ സ്ട്രെപ്റ്റോകോക്കസിലും വിരിഡൻസ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് നോർമലി കമൻസാൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേസമയം സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് എന്നൊക്കെ പറയുന്നത് മെഡിക്കലി ഇമ്പോർട്ടന്റ് ബാക്ടീരിയയിൽ വരുന്നതാണ്. ദാറ്റ് മീൻസ് they can cause infections. So the most important Streptococcus is Streptococcus pyogenes, which can cause pyogenic infections with a characteristic tendency to spread as opposite to staphylococcal lesions which are typically localized. അപ്പം സ്ട്രെപ്റ്റോകോക്കസിന്റെ കേസ് പറയുമ്പോൾ ഒരു ഡിഫറൻസ്, സ്റ്റഫൈലോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും തമ്മിലുള്ള ഡിഫറൻസ് പറയുകയാണെങ്കിൽ രണ്ടിന്റെ സിമിലാരിറ്റി നമ്മൾ പറഞ്ഞു. രണ്ടും എന്താണ്? ഗ്രാം പോസിറ്റീവ് കോക്കയാണ്. സ്റ്റഫൈലോകോക്കസിന് ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണുള്ളത്. സ്ട്രെപ്റ്റോകോക്കസ് ചെയിൻ അല്ലെങ്കിൽ പെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി സ്റ്റഫൈലോകോക്കസ് നോർമലി ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ് കോസ് ചെയ്യുന്നത്. അതായത് ഏത് സൈറ്റിലാണോ ഇത് ഇൻഫെക്ട് ചെയ്യുന്നത് ആ ഒരു സൈറ്റിൽ മാത്രമായിരിക്കും ഇത് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. പക്ഷെ സ്ട്രെപ്റ്റോകോക്കസിന്റെ കേസസിലേക്ക് വരുമ്പോഴത്തേന് സ്ട്രെപ്റ്റോകോക്കസ് മെയിൻലി പയോജനിക് ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് പയോജനിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ് കോസ് ചെയ്യുന്നത്. സോ പയോജനിക് മീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പസ് ഫോമിംഗ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്. സോ ഈ മെഡിക്കലി ഇമ്പോർട്ടന്റ് ബാക്ടീരിയയിൽ കുറെ മെഡിക്കൽ റിലേറ്റഡ് ടേംസ് വരും. നിങ്ങൾ ആ ടേംസ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ പയോജീൻസ് ക്യാൻ കോസ് പയോജനിക് ഇൻഫെക്ഷൻസ്. ഇനി സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസും സ്റ്റഫൈലോകോക്കസ് ഓറിയസിന്റെയും ഇൻഫെക്ഷൻസ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് എപ്പോഴും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ് കോസ് ചെയ്യുന്നത്. അതായത് ഏത് സൈറ്റിലാണോ അത് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് ആ സൈറ്റിൽ തന്നെ ആ ഒരു ബാക്ടീരിയ നിന്നിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യാനാണ്. എന്നാൽ മെറ്റാസ്റ്റാറ്റിക്കലി സ്പ്രെഡ് ചെയ്യാറുണ്ട് എങ്കിലും കൂടുതൽ സ്പ്രെഡിങ് നേച്ചർ കാണിക്കുന്നത് നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് ആണ്. കാരണം സ്ട്രെപ്റ്റോകോക്കസ് ഒരു സൈറ്റിൽ കൂടി എൻറ്റർ ചെയ്തിട്ട് ബാക്കിയുള്ളിടത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റഫൈലോകോക്കസ് നോർമലി ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ ആണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് മെറ്റാസ്റ്റാറ്റിക്കലി സ്പ്രെഡ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഓക്കെ. Streptococcus are also responsible for non-suppurative lesions, acute rheumatic fever, glomerulonephritis, which occurs as sequelae to infections. So നമ്മൾ പറഞ്ഞു വരുമ്പോൾ സ്ട്രെപ്റ്റോകോക്കസിന്റെ കേസ് നമ്മൾ പറഞ്ഞു. സ്ട്രെപ്റ്റോകോക്കസ് നോർമലി കോസ് ചെയ്യുന്നത് പസ് ഫോമിംഗ് അല്ലെങ്കിൽ പയോജനിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ്. അതും they have a tendency to spread എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ പസ് ഫോമിംഗ് ഇൻഫെക്ഷൻസ് മാത്രമല്ല ഇത് കോസ് ചെയ്യുന്നത്, നോൺ സൂപ്പറേറ്റീവ് ആയിട്ടുള്ള ലീഷൻസ്, അതായത് പസ് ഫോം ചെയ്യാത്ത ടൈപ്പ് ലീഷൻസും ഈ ഒരു ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്, റുമാറ്റിക് ഫീവർ എന്നൊക്കെ പറയുന്നത്. ഇത് നോർമലി
സ്ട്രെപ്റ്റോകോക്കസ് പോലും ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അതിന്റെ സെക്വലി ആയിട്ട് വരുന്ന കണ്ടീഷനാണ് ഗ്ലോമുലോ നെഫ്രൈറ്റിസും അതേപോലെ തന്നെ റുമാറ്റിക് ഫീവർ എന്നൊക്കെ പറയുന്നത്. ഗ്ലോമുലോ നെഫ്രൈറ്റിസ് ആൻഡ് റുമാറ്റിക് ഫീവർ എന്ന് പറയുന്നത് അപ്പൊ എന്തായിട്ടാണ് പറയുന്നത്? അത് സെക്വലി ടു ദി സെക്വലി ഒക്കേഴ്സ് ആഫ്റ്റർ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ. അതായത് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം വരുന്ന രണ്ട് സെക്വലി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, റുമാറ്റിക് ഫീവറും ഗ്ലോമുലോ നെഫ്രൈറ്റിസ് ആണ്. റുമാറ്റിക് ഫീവർ എന്ന് വെച്ചാൽ ഇപ്പം സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് ലൈക്ക് സോർ ത്രോട്ട്, സ്ട്രെപ് ത്രോട്ടും ഇതൊക്കെ സ്ട്രെപ്റ്റോകോക്കസ് മൂലം നോർമലി വരുന്ന ഇൻഫെക്ഷൻസ് ആണ്. സോർ ത്രോട്ട്, നമ്മുടെ ത്രോട്ട് പെയിന്, സ്ട്രെപ് ത്രോട്ട് അല്ലെ സോർ ത്രോട്ട് എന്ന് പറഞ്ഞാൽ ത്രോട്ടിൽ വരുന്ന പെയിന്, നമ്മുടെ ത്രോട്ടിലൊക്കെ പാച്ചസ് വരും, അതിനെയാണ് വൈറ്റ് പാച്ചസ് ഒക്കെ വരുന്ന കണ്ടീഷൻ ആണ്. സോ ആ ഒരു ഇൻഫെക്ഷൻസ് വന്നിട്ട് ഒരു 4 weeks ഒക്കെ കഴിയുമ്പോൾ വരുന്ന ഒരു കണ്ടീഷനാണ് റുമാറ്റിക് ഫീവർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് ആദ്യം വന്ന ഇൻഫെക്ഷന് സെക്കൻഡറി ആയിട്ട് വരുന്ന കണ്ടീഷനാണ്. അതാണ് സെക്യുലേറ്റീവ് ഇൻഫെക്ഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ റുമാറ്റിക് ഫീവർ എന്ന് വെച്ചാൽ എന്താണ്? റുമാറ്റിക് ഫീവർ എന്ന് വെച്ചാൽ നമ്മുടെ ഹേർട്ടിന്, ജോയിന്റ്സിനൊക്കെ വരുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആണ് റുമാറ്റിക് ഫീവർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി അപ്പൊ എന്താണ് ഗ്ലോമുലോ നെഫ്രൈറ്റിസ് എന്ന് വെച്ചാല്? ഗ്ലോമുലോ നെഫ്രൈറ്റിസ് എന്ന് വെച്ചാല് നമ്മുടെ കിഡ്നിക്ക് സംഭവിക്കുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ, അതായത് കിഡ്നി ഫിൽറ്റർ, അതാണ് ഗ്ലോമുർലൈ എന്ന് പറയുന്നത്. കിഡ്നിയുടെ ഫിൽറ്റർ എന്ന് പറയുന്ന പേരാണ് ഗ്ലോമുർലൈ. അതിന് സംഭവിക്കുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണ് ഗ്ലോമുർലോ നെഫ്രൈറ്റിസ്. സോ റുമാറ്റിക് ഫീവർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് ആൻ ഇൻഫ്ലമേറ്ററി ഡിസീസ് ദാറ്റ് ക്യാൻ ഇൻവോൾവ് ഹാർട്ട്, ജോയിന്റ്, സ്കിൻ ആൻഡ് ബ്രെയിൻ. നമ്മുടെ ഹാർട്ട്, ജോയിന്റ്സ്, സ്കിന്ന്, ബ്രെയിൻ ഇവിടെയൊക്കെ സംഭവിക്കുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണ്. നോർമലി സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻസ് വന്നിട്ട് ടിപ്പിക്കലി ഒരു 2 to 4 weeks കഴിഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കണ്ടീഷൻ ആണ് ഈ റുമാറ്റിക് ഫീവർ എന്ന് പറയുന്നത്. ഇനി ഗ്ലോമുലർ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത് കിഡ്നി ഡിസീസിനെയാണ് നമ്മൾ ഗ്ലോമുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് മെയിൻലി ഗ്ലോമുറിലേക്ക് വരുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ഗ്ലോമുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലോമുർലൈ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫിൽറ്റർ ഇൻസൈഡ് ദി കിഡ്നി. കിഡ്നിക്കുള്ളിൽ കാണപ്പെടുന്ന ഒരു ഫിൽറ്റർ ആണ് ഈ ഗ്ലോമുർലൈ എന്ന് പറയുന്നത്. അതിന് സംഭവിക്കുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണ് ഗ്ലോമുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സ്ട്രെപ്റ്റോകോക്കസിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ദേ ആർ ദ ഗ്രാം പോസിറ്റീവ് സ്പെറിക്കൽ ഒവോയിഡ് കോക്കെ. ഗ്രാം പോസിറ്റീവ് ആണ്, സ്പെറിക്കൽ അല്ലെങ്കിൽ ഒവോയിഡ് ആയിട്ടുള്ള കോക്കയാണ്. ലോങ് ചെയിൻ അല്ലെങ്കിൽ പെയേഴ്സ് ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നോൺ സ്പോർ ഫോമിംഗ് ആണ്, സ്പോർസ് ഫോം ചെയ്യുന്നില്ല, നോൺ മോട്ടൈൽ ആണ്, ക്യാപ്സ്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്, ദേ ആർ ഫാക്കൽറ്റേറ്റീവ് അനറോബ് ആണ്, and most parasitic form are fastidious and require enriched medium. ഇനി ഇതിന്റെ പാരസൈറ്റിക് ഫോം എങ്ങനെയാണ്? ഫാസ്റ്റിഡിയസ് ആണ്. അതായത് ഇതിന്റെ ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള ഫോംസ് ഉണ്ടല്ലോ, അതൊക്കെ നല്ല എന്താ ഫാസ്റ്റിഡിയസ് ആണ്. ഫാസ്റ്റിഡിയസ് മീൻസ് നോർമൽ ഇപ്പൊ ന്യൂട്രിയന്റ് അഗർ എന്ന പോലത്തെയൊക്കെ മീഡിയയിൽ ഗ്രോ ചെയ്തില്ല, എക്സ്ട്രാ ന്യൂട്രീഷ്യൻസ് വേണ്ടി വരുന്നുണ്ട്. എക്സ്ട്രാ ന്യൂട്രീഷ്യൻസ് ഗ്രോത്തിന് വേണ്ടി വരുന്ന ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് നമ്മൾ ഫാസ്റ്റിഡിയസ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പൊ മീഡിയാസ് പറയുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് ഫാസ്റ്റിഡിയസ് മീഡിയ ഉണ്ട്, നോൺ ഫാസ്റ്റിഡിയസ് ഉണ്ട്. ഫാസ്റ്റിഡിയസ് എന്ന് പറയുമ്പോഴത്തേന് എക്സ്ട്രാ ന്യൂട്രീഷ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മീഡിയത്തിന് എൻറിച്ച് ആക്കി വെച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് മീഡിയമാണ് ഫാസ്റ്റിഡിയസ് മീഡിയം. എക്സാമ്പിൾ നമ്മുടെ ബ്ലഡ് അഗർ, ചോക്ലേറ്റ് അഗർ ഒക്കെയാണ്. സോ ഇവിടെ നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസിന്റെ കേസസിലും ദേ ആർ ഫാസ്റ്റിഡിയസ് ആൻഡ് റിക്വയർ എൻറിച്ച്ഡ് മീഡിയാസ്. അതിന് എൻറിച്ച്ഡ് മീഡിയാസ് അതിന്റെ ഗ്രോത്തിനായിട്ട് വേണ്ടി വരുന്നുണ്ട്. ഇനി ഇത് നോർമലി സ്മോൾ നോൺ പിഗ്മെന്റഡ് കോളനീസ് ഒക്കെയാണ് ഫോം ചെയ്യുന്നത്. ഡ്രൈയിങ്, ഹീറ്റ്, ഡിസിൻഫെക്റ്റൻസ് ഇതിനോടൊക്കെ ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് കാണിക്കുന്നത്. ദെൻ സ്ട്രെപ്റ്റോകോക്കെ മെയിൻലി 2 ടൈപ്പ് നമുക്ക് പറയാൻ പറ്റും. ഫാക്കൽറ്റേറ്റീവും ഉണ്ട്, ഒബ്ലിഗേറ്റീവും ഉണ്ട്. അപ്പൊ സ്ട്രെപ്റ്റോകോക്കെ തന്നെ എയ്റോബ്സ്, എനറോബ്സ് എന്നൊരു ക്ലാസിഫിക്കേഷൻ വരാം. എയ്റോബ് എന്ന് പറഞ്ഞാൽ എയറിന്റെ പ്രസൻസിൽ മാത്രം ഗ്രോ ചെയ്യുന്നത്. എനറോബ് എന്ന് പറഞ്ഞാൽ എയറിന്റെ ആബ്സെൻസ് അല്ലെങ്കിൽ ഓക്സിജന്റെ ആബ്സെൻസിൽ ഗ്രോ ചെയ്യുന്നതാണ്. സോ ഈ എനറോബിക് സ്ട്രെപ്റ്റോകോക്കെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഫാക്കൽറ്റേറ്റീവ് എനറോബ് എന്നും ഒബ്ലിഗേറ്റ് എനറോബ് എന്നും ക്ലാസിഫിക്കേഷൻ വരുന്നത്. എന്താണ്? ഫാക്കൽറ്റേറ്റീവ് എനറോബ് എന്നും ഒബ്ലിഗേറ്റ് എനറോബ് എന്നും. ഒബ്ലിഗേറ്റ് എനറോബ് എന്ന് പറഞ്ഞാൽ അതിന് സ്ട്രിക്ട്ലി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രോത്തിന് വേണ്ടി വരുന്ന ബാക്ടീരിയ ആണ് ഒബ്ലിഗേറ്റ് എനറോബ്. ഫാക്കൽറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ പ്രസൻസിലും ഓക്സിജന്റെ ആബ്സെൻസിലും ഗ്രോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് ഫാക്കൽറ്റേറ്റീവ്. അതായത് 2 കണ്ടീഷനിലും അതിനെന്താണ് സർവൈവ് ചെയ്യാൻ പറ്റും. ആ ടൈപ്പിനെയാണ് നമ്മൾ ഫാക്കൽറ്റേറ്റീവ് എന്ന് പറയുന്നത്. വെറാസ് ഒബ്ലിഗേറ്റ് മീൻസ് സ്ട്രിക്റ്റ് എന്നാണ് ഒബ്ലിഗേറ്റിന്റെ മീനിങ് വരുന്നത്. ആൻഡ് ഒബ്ലിഗേറ്റ് അനറോബിക് സ്ട്രെപ്റ്റോകോക്കയ്ക്ക് എക്സാമ്പിൾ നമ്മൾ പറയുന്നതാണ് പെപ്റ്റോസ്ട്രെപ്റ്റോകോക്കെ എന്ന് പറയുന്നത്. എന്താണ്? പെപ്റ്റോസ്ട്രെപ്റ്റോകോക്കെ. അപ്പൊ ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള
അനറോബിക് സ്ട്രെപ്റ്റോകോക്കിക് എക്സാമ്പിൾ ചോദിച്ചാൽ പെപ്റ്റോ സ്ട്രെപ്റ്റോകോക്കയാണ് എക്സാമ്പിൾ വരുന്നത്. ഇനി നമ്മുടെ ഫാക്കൽറ്റേറ്റീവ് അനറോബിക് സ്ട്രെപ്റ്റോകോക്കയിലേക്ക് വരുമ്പോൾ 3 കാറ്റഗറി ഉണ്ട്. ആൽഫ ഹീമോലിറ്റിക് ഉണ്ട്, ബീറ്റ ഹീമോലിറ്റിക് ഉണ്ട്, നോൺ ഹീമോലിറ്റിക് ഉണ്ട്. ഓക്കെ, ആൽഫ ഹീമോലിറ്റിക് എന്ന് പറയുമ്പോഴത്തേന് പാർഷ്യൽ ലൈസിസ് ഓഫ് ആർ ബി സി മാത്രമാണ്. അപ്പം ഹീമോലിറ്റിക് മീൻസ് ലൈസിസ് ഓഫ് ആർ ബി സി ആണ്. സോ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ബ്ലഡ് അഗർ എന്ന് പറയുന്ന എൻറിച്ച്ഡ് മീഡിയത്തിൽ കാണിക്കുന്ന കോളനി മോർഫോളജിയുടെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ആൽഫ ഹീമോലൈറ്റിക് മീൻസ് അവിടുത്തെ ആർ ബി സിനെ അത് പാർഷ്യലി മാത്രമാണ് ലൈസിസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആർ ബി സിക്ക് ലൈസിസ് വരുന്നില്ല, പാർഷ്യൽ ലൈസിസ് മാത്രമായിരിക്കും വരുന്നത്. സോ അങ്ങനെ പാർഷ്യൽ ലൈസിസ് വരുന്നത് കൊണ്ട് അവിടെ ഫോം ചെയ്യുന്ന കോളനീസ് എന്ന് പറയുന്നത് ഒരു ഗ്രീനിഷ് ഡിസ്കളറേഷൻ ഡെവലപ്പ് ചെയ്യും അതിന് ചുറ്റുമായിട്ട്. ഓക്കെ, ആൽഫ ഹീമോലിറ്റിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോകോക്കസ് വിറിഡൻസി. ഇത് നോർമലി നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന കമൻസാൽ ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ഓക്കെ, ബീറ്റ ഹീമോലിറ്റിക് എന്ന് പറയുന്നുണ്ട് കംപ്ലീറ്റ് ലൈസിസ് ഓഫ് ആർ ബി സി ആണ്. എന്നിട്ട് അതിന് ചുറ്റും ഒരു ക്ലിയർ സോൺ ഓഫ് ഹീമോലൈസിസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ബീറ്റ ഹീമോലിറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ അല്ലെങ്കിൽ ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കെ ലാൻസ്ഫീൽഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് വീണ്ടും ക്ലാസിഫൈ ചെയ്തു ബേസ്ഡ് ഓൺ ദി കാർബോഹൈഡ്രേറ്റ് ആന്റിജൻ ഓൺ ദി സെൽ വോൾ. ആ ബാക്ടീരിയയുടെ സെൽ വോളിൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ആന്റിജന്റെ ബേസിസിൽ വീണ്ടും ഒരു 20 ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് ഗ്രൂപ്പ് A2V വിത്തൗട്ട് I ആൻഡ് J, അതായത് ഐയും ജെയും ഒഴികെ A2V എന്ന രീതിയിൽ ഒരു 20 ഗ്രൂപ്പ്സിലായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിൽ ഗ്രൂപ്പ് എയിൽ വരുന്ന ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ്, ഗ്രൂപ്പ് ബിയിൽ വരുന്നതാണ് സ്ട്രെപ്റ്റോകോക്കസ് അഗാലിസിറ്റി എന്ന് പറയുന്നത്. ദെൻ നോൺ ഹീമോലിറ്റിക്കിന് എക്സാമ്പിൾ ആണ് എൻട്രോകോക്കസ്. നോൺ ഹീമോലിറ്റിക് അഥവാ ഗാമ ഹീമോലിറ്റിക് എന്ന് പറയും. അതായത് നോ ലൈസിസ് ഓഫ് ആർ ബി സി, അതാണ് നോൺ ഹീമോലിറ്റിക് അല്ലെങ്കിൽ ഗാമ ഹീമോലൈസിസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നു. ഓക്കെ, ദെൻ ബേസ്ഡ് ഓൺ ദി ഓക്സിജൻ റിക്വയർമെന്റ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ലൈഡ് ഒന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇവിടെ. ഓക്സിജൻ റിക്വയർമെന്റിന്റെ ബേസിസിൽ നമ്മൾ സ്ട്രെപ്റ്റോകോക്കസിനെ 2 ഗ്രൂപ്പ്സിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫാക്കൽറ്റേറ്റീവ് അനറോബ് എന്നും ഒബ്ലിഗേറ്റ് അനറോബ് എന്നും. അപ്പം സ്ട്രെപ്റ്റോകോക്കസിന്റെ ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ടും ഓക്സിജൻ റിക്വയർമെന്റിന്റെ ബേസിസിൽ വരുന്നുണ്ട്, ഹീമോലൈസിസിന്റെ ബേസിസിൽ വരുന്നുണ്ട്, ദെൻ കാർബോഹൈഡ്രേറ്റ് ആന്റിജന്റെ ബേസിസിൽ വരുന്നുണ്ട്. സോ ഓക്സിജൻ റിക്വയർമെന്റിന്റെ ബേസിസിൽ 2 ഗ്രൂപ്പ്സ് ഉണ്ട്, ഫാക്കൽറ്റേറ്റീവ് അനറോബ് എന്നും ഒബ്ലിഗേറ്റ് അനറോബ് എന്നും. ഫാക്കൽറ്റേറ്റീവ് അനറോബ് എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസിലും ഓക്സിജന്റെ ആബ്സെൻസിലും വരുന്നതാണ് ഫാക്കൽറ്റേറ്റീവ് അനറോബ്. ഒബ്ലിഗേറ്റ് അനറോബ് എന്ന് വെച്ചാൽ ഓക്സിജന്റെ ആബ്സെൻസിൽ മാത്രം, അതല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസിൽ മാത്രം നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ് ഒബ്ലിഗേറ്റ് അനറോബ് എന്ന് പറയുന്നത്. Then based on the hemolysis on blood agar, that is based on the type of hemolysis produced on sheep or horse blood agar, streptococci have been classified as alpha, beta and non-hemolytic. അപ്പം ഷീപ്പ് ബ്ലഡ് അഗർ അല്ലെങ്കിൽ ഹോഴ്സ് ബ്ലഡ് അഗറിലുള്ള ഹീമോലൈസിസിന്റെ ബേസിസിൽ നമ്മൾ വീണ്ടും ബാക്ടീരിയ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൽഫ, ബീറ്റ, ഗാമ എന്ന രീതിയിൽ 3 ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബീറ്റ ഹീമോലൈസിസ് എന്ന് പറയുമ്പോഴത്തേന് ഇറ്റ്സ് എ കംപ്ലീറ്റ് ലൈസിസ് ഓഫ് ആർ ബി സി ആയിരിക്കും. സോ ഷാർപ്ലി ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലിയർ കളർലെസ് സോൺ ഓഫ് ഹീമോലൈസിസ് ആണ്. 2 to 4 millimeter വൈഡ് ആയിരിക്കും. ആർ ബി സിക്ക് കംപ്ലീറ്റ് ആയിട്ട് ലൈസിസ് വരുന്നുണ്ട്. ഇനി ആൽഫ ഹീമോലൈസിസിലേക്ക് വരുമ്പോഴത്തേന് ഒരു ഗ്രീനിഷ് ഡിസ്കളറേഷൻസ് വരും വിത്ത് പാർഷ്യൽ ഹീമോലൈസിസ്. ഗ്രീനിഷ് ഡിസ്കളറേഷൻ വിത്ത് പാർഷ്യൽ ഹീമോലൈസിസ്. സ്മോൾ സോൺ ഓഫ് ലൈസിസ് ആയിരിക്കും വരുന്നത്. എന്താണ് സ്മോൾ സോൺ ഓഫ് ലൈസിസ്? ദാറ്റ് മീൻസ് 1 to 2 millimeter ഡയമീറ്റർ ആയിരിക്കും വിത്ത് ഇൻഡെഫിനിറ്റ് മാർജിൻസ്. അപ്പം ബീറ്റ ഹീമോലൈസിസ് ആൽഫ ഹീമോലൈസിസിലേക്ക് വരുമ്പോൾ കോളനീസിന് ചുറ്റുമായിട്ട് ഒരു ഗ്രീനിഷ് ഡിസ്കളറേഷൻ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ അൺലൈസ്ഡ് ആയിട്ടുള്ള ആർ ബി സി നമുക്ക് മൈക്രോസ്കോപ്പിന് അണ്ടറിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഗാമ ഹീമോലൈസിസ് മീൻസ് നോ ലൈസിസ്, അല്ലെങ്കിൽ അവിടെ ആർ ബി സിക്ക് ലൈസിസ് ഒന്നും സംഭവിക്കുന്നില്ല. Then alpha hemolytic streptococci. This produce a greenish discoloration with a partial hemolysis around the colonies. അപ്പം ഈ ആൽഫ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കി എന്ന് പറയുമ്പോൾ എന്താണ്? ദിസ് പ്രൊഡ്യൂസ് എ ഗ്രീനിഷ് ഡിസ്കളറേഷൻ വിത്ത് പാർഷ്യൽ ലൈസിസ് ഓഫ് ഹീമോലൈസിസ് അറൌണ്ട് ദി കോളനീസ്. ഇവിടെ ആർ ബി സിക്ക് പാർഷ്യൽ ലൈസിസ് മാത്രമായിരിക്കും, കോളനീസിന് ചുറ്റുമായിട്ട് നമുക്കൊരു ഗ്രീനിഷ് ഡിസ്കളറേഷൻ കാണാം. ആൻഡ് ഇവിടുത്തെ സോൺ ഓഫ് ലൈസിസ് എന്ന് പറയുന്നത് 1 to 2 millimeter വൈഡ് ആയിരിക്കും.
Most alpha hemolytic streptococci are normal commensal in the throat. അപ്പം മോസ്റ്റ് ഓഫ് ദി ആൽഫ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ആൽഫ ഹീമോലിറ്റിക്കിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ വിറിഡൻസ് ഗ്രൂപ്പ് ആണ്. ഇത് നോർമലി നമ്മുടെ ത്രോട്ടിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് കമൻസാൽസ് ആണ്. ഇത് റെയർ ആയിട്ട് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നുണ്ട്. അതായത് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. സോ എന്താണ് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ബോഡിയിൽ കുറെ കമൻസാൽ ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്. കമൻസാൽ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അത് ഹാർംഫുൾ ആയിട്ട് ഒന്നും തന്നെ എഫക്റ്റ് കോസ് ചെയ്യുന്നില്ല. ബട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുന്ന കണ്ടീഷനിൽ ഈ ബാക്ടീരിയ കയറിയിട്ട് ഹാർംഫുൾ എഫക്റ്റ് കോസ് ചെയ്യുന്നു. സോ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണ് നമ്മൾ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സോ this include the viridans group of streptococcus and pneumococci. അപ്പം ഇതിന് എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ആൽഫ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കി എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് വിറിഡൻസ് ഗ്രൂപ്പ് ഓഫ് സ്ട്രെപ്റ്റോകോക്കി അല്ലെങ്കിൽ ന്യൂമോകോക്കി ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, ബീറ്റ ഹീമോലൈസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദാറ്റ് മീൻസ് കംപ്ലീറ്റ് ലൈസിസ് ഓഫ് RBC. RBCക്ക് ചുറ്റും കംപ്ലീറ്റ് ആയിട്ടൊരു ലൈസിസ് വരുന്നുണ്ട്. ദിസ് പ്രൊഡ്യൂസ് എ ഷാർപ്ലി ഡിഫൈൻഡ് ക്ലിയർ കളർലെസ് സോൺ ഓഫ് കംപ്ലീറ്റ് ഹീമോലൈസിസ് 2 to 4 millimeter wide. The term hemolytic streptococci applies strictly only to beta hemolytic strain. അപ്പം ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കി നമ്മൾ പറയപ്പെടുന്നത് എങ്ങനെയാണ്? കംപ്ലീറ്റ് ലൈസിസ് കാണിക്കുന്ന സ്ട്രെയിനെ മാത്രമേ നമ്മൾ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കി എന്ന്, അതായത് ബീറ്റ ഹീമോലൈസിസ് കാണിക്കുന്നതിനെ മാത്രമേ നമ്മൾ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കി എന്ന പേരിൽ പറയപ്പെടുന്നുള്ളൂ. മോസ്റ്റ് പതോജനിക് സ്ട്രെപ്റ്റോകോക്കി ബിലോങ്സ് ടു ദിസ് ഗ്രൂപ്പ്. അപ്പൊ പതോജനിക് സ്ട്രെയിൻസ് നോർമലി ഈ ഒരു ഗ്രൂപ്പിന് അണ്ടറിലാണ് വരുന്നത്. Non-hemolytic streptococci. These do not produce hemolysis in the medium and include mostly the fecal streptococci. Non-hemolytic streptococci എന്ന് പറയുന്നത് അത് നോർമലി മീഡിയത്തിലെ ഹീമോലൈസിസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാറില്ല. ഇതിനകത്ത് നോർമലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കി ആണ്, വിച്ച് ആർ കറന്റ്ലി ക്ലാസിഫൈഡ് ആസ് സെപ്പറേറ്റ് സ്പീഷീസ് ദ എൻട്രോകോക്കസ്. അപ്പം നോൺ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കി എന്ന് പറയുന്നത് അവിടെ RBCക്ക് ലൈസിസ് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് എൻട്രോകോക്കസ് ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ട്രെപ്റ്റോകോക്കസിന് സെൽ വോളിൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ആന്റിജന്റെ ബേസിസിൽ റെബേക്ക ലാൻഡ്സ്ഫീൽഡ് സെറോളജിക്കലി ഇതിനെ ഒരു 20 ഗ്രൂപ്പ്സിലായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. സോ റെബേക്ക ലാൻഡ്സ്ഫീൽഡ് ഇൻ 1933 serologically grouped hemolytic streptococci into Landsfield's group, 20 of which have been identified so far, named as A2H and K2V. ഒന്നില്ല, ഇത്ര ഓർത്തിരുന്നാൽ മതി. റെബേക്ക ലാൻഡ്സ്ഫീൽഡ് ഈ സ്ട്രെപ്റ്റോകോക്കിയുടെ സെൽ വോളിലുള്ള കാർബോഹൈഡ്രേറ്റ് ആന്റിജന്റെ ബേസിസിൽ അതിനെ ഒരു 20 ഗ്രൂപ്പ്സിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഗ്രൂപ്പ് A2H ആൻഡ് ഗ്രൂപ്പ് K2V. അപ്പൊ ഇവിടെ എന്താ മാറ്റി നിർത്തിയിരിക്കുന്നത് IMG ആണ്. IMG ഒഴികെ 20 ഗ്രൂപ്പ്സ് ആണ് ഇവിടെ വരണത്. ഓക്കെ, അപ്പൊ ആ ഗ്രൂപ്പ്സും അതിന്റെ എക്സാമ്പിൾസും അത് നോർമലി കോസ് ചെയ്യുന്ന കുറച്ച് ഇൻഫെക്ഷൻസും ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഗ്രൂപ്പ് A. ഗ്രൂപ്പ് A കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻ എക്സാമ്പിൾ ആണ്, ഗ്രൂപ്പ് എയുടെ അണ്ടറിൽ വരുന്ന ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ്, സ്ട്രെപ്റ്റോകോക്കസ് ഫാരിഞ്ചൈറ്റിസ്. ഇത് കോസ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ് സ്ട്രെപ് ത്രോട്ട്. സ്ട്രെപ് ത്രോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രോട്ടിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് ആണ്. നമ്മുടെ ത്രോട്ടിൽ വൈറ്റ് പാച്ചസ് ഒക്കെ വരും. ഇനി സ്ട്രെപ് ത്രോട്ടിന്റെ എന്താ അഗ്രസീവേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്കാർലറ്റ് ഫീവറിനെ പറയാം. സ്കാർലറ്റ് ഫീവറിൽ നമ്മുടെ ടങ് ഒക്കെ സ്ട്രോബെറി പോലത്തെയൊക്കെ പാച്ചസ്, സ്ട്രോബെറി ലൈക്ക് പാച്ചസ് ഒക്കെ നമ്മുടെ ടങ്സിലൊക്കെ സ്കാർലറ്റ് ഫീവറിൽ ഫോം ചെയ്യാറുണ്ട്. ദെൻ ഇംപെറ്റിക് നമ്മൾ ഓൾറെഡി വന്ന് നമ്മുടെ സ്കിന്നിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് ആണ്. മെയിൻലി ചിൽഡ്രൻസിന്റെ ഒക്കെ കേസസിൽ ഹണി കളേർഡ് ആയിട്ടുള്ള ക്രസ്റ്റേർഡ് അല്ലെങ്കിൽ ബ്ലിസ്റ്റർ ഒക്കെ അവരുടെ ഫേസസിലും ഡയപ്പർ ഏരിയാസിലൊക്കെ ഫോം ചെയ്യുന്ന കണ്ടീഷൻ ആണ് ഇംപെറ്റിക്കോ എന്ന് പറയുന്നത്. സൂപ്പർഫിഷ്യൽ സ്കിൻ ഇൻഫെക്ഷൻ എന്ന് പറയും. ദെൻ TSS ടോക്സിക് ഷോക്ക് സിൻഡ്രം വരുന്നുണ്ട്. അത് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിക് ഷോക്ക് സിൻഡ്രം, ടോക്സിൻ മൂലം വരുന്ന ഒരു കണ്ടീഷൻ ആണ്. ഈ സെയിം കണ്ടീഷൻ തന്നെ സ്റ്റഫൈലോകോക്കസ് മൂലം വരാറുണ്ട്. ദെൻ ന്യൂമോണിയ, നമ്മുടെ ലങ്സിന് വരുന്ന ഇൻഫെക്ഷൻ. ദെൻ റുമാറ്റിക് ഫീവർ, ഇറ്റ്സ് ഇൻഫ്ലമേഷൻ ഓഫ് ഹാർട്ട്, ബ്രെയിൻ, ജോയിന്റ്സ് വിച്ച് ഒക്കർ ആസ് എ സെക്വലി ടു ദി സ്ട്രെപ്റ്റോകോക്കൽ സോർ ത്രോട്ട് അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻസ്. ദെൻ ഗ്രൂപ്പ് B വരുമ്പോഴത്തേന് ഗ്രൂപ്പ് Bക്ക് എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോകോക്കസ് അഗാലിസിറ്റി. സ്ട്രെപ്റ്റോകോക്കസ് അഗാലിസിറ്റി കോസ് ചെയ്യുന്ന കണ്ടീഷൻ ആണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ദെൻ ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോഴത്തേന് സ്ട്രെപ്റ്റോകോക്കസ് ഇക്വിസിമിലിസ്, അത് കോസ് ചെയ്യുന്ന കണ്ടീഷൻ ആണ് എൻഡോകാർഡൈറ്റിസ്, ബാക്ടീരിയമ, മെനിഞ്ചൈറ്റിസ്.
അപ്പൊ സ്ട്രെപ്റ്റോകോക്കസ് സി കോസ് ചെയ്യുന്ന കണ്ടീഷൻ ആണ് സ്ട്രെപ്റ്റോകോക്കസ് സിക്ക് എക്സാമ്പിൾ നമ്മൾ പറയുന്നതാണ് ഇക്യുമിലിസ്. അത് കോസ് ചെയ്യുന്ന കണ്ടീഷൻ എൻഡോകാർഡൈറ്റിസ്, ഹാർട്ടിന്റെ കവറിംഗിൽ വരുന്ന ഇൻഫ്ലമേഷൻ, ബാക്ടീരിയ പ്രസൻസ് ഓഫ് ബാക്ടീരിയ ഇൻ ബ്ലഡ്, ദെൻ മെനിഞ്ചൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് മെനിഞ്ചസ്. ദെൻ ഗ്രൂപ്പ് ഡിയിലേക്ക് വരുമ്പോൾ എക്സാമ്പിൾ എൻട്രോകോക്കയാണ്. അത് മെയിൻലി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസും എൻഡോകാർഡൈറ്റിസും ആണ് കോസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് എച്ചിന് എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോകോക്കസ് സാങ്ക്വിസ് which can cause endocarditis and dental caries. Group K example Streptococcus salivarius which can cause endocarditis and caries. Okay. So ഗ്രൂപ്പ് എയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് പയോജിൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ സ്റ്റഫൈലോകോക്കസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ സ്റ്റഫൈലോകോക്കസ് ഓറിയസിനെ കുറിച്ചും പറഞ്ഞിരുന്നു. മെയിൻലി നമ്മൾ ഫോക്കസ് കൊടുത്തത് സ്റ്റാഫ് ഓറിയസിന് തന്നെയാണ്. പിന്നെ കോൺസ് അല്ലെങ്കിൽ എന്താ കൊയാഗുലേസ് നെഗറ്റീവ് സ്റ്റഫൈലോകോക്കസിലേക്ക് വന്നപ്പോൾ സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡിസിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. ഇനി സ്ട്രെപ്റ്റോകോക്കസിന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്ന സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസും സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയുമാണ്. അതിൽ രണ്ടിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് തന്നെയാണ്. സോ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് എന്ന് പറയുന്നത്. Streptococcus pyogenes or group A streptococci is a human pathogen that produce a diverse array of diseases ranging from self-limited condition, pharyngitis, impetigo, erysipelas to severe invasive infections, bacteremia, necrotizing fasciitis, myositis, and streptococcal toxic shock syndrome. സ്ട്രെപ്റ്റോകോക്കൽ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് എന്ന് പറയുന്നത് ലാൻസ്ഫീൽഡ് ഗ്രൂപ്പ് പ്രകാരം ഗ്രൂപ്പ് എയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. നമ്മൾ ഷോർട്ട് ആയിട്ട് ഗ്യാസ് എന്ന് പറയും, ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കി എന്ന് പറയാറുണ്ട്. ഇതൊരു ഹ്യൂമൻ പതോജൻ ആണ്. ഇത് നോർമലി സെൽഫ് ലിമിറ്റഡ് ഡിസീസസ് മുതൽ ഫാറ്റാലിറ്റി കോസിങ് ആയിട്ടുള്ള ഡിസീസസ് വരെ കോസ് ചെയ്യുന്നുണ്ട്. അതായത് സെൽഫ് ക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസസ് മുതൽ ഈവൻ ഡെത്തിന് വരെ കാരണമായിട്ടുള്ള ഡിസീസസ് കോസ് ചെയ്യുന്നുണ്ട്. സോ സെൽഫ് ക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസിന് എക്സാമ്പിൾ ആണ് ഫാരിഞ്ചൈറ്റിസ്, നമ്മുടെ ഫാരിൻസിന് വരുന്ന ഇൻഫ്ലമേഷൻസ്. അതേപോലെ തന്നെ ഇംപെറ്റിഗോ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ സൂപ്പർഫിഷ്യലി സ്കിന്നിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഇംപെറ്റിഗോ. എരിസിപ്പലസ് എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ സൂപ്പർഫിഷ്യൽ സ്കിന്നിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് കണ്ടീഷൻ ആണ് എരിസിപ്പലസ് എന്ന് പറയുന്നത്. അപ്പൊ സൂപ്പർഫിഷ്യൽ സ്കിൻ ഇൻഫെക്ഷൻ എന്ന് പറയാം. ഇറ്റ്സ് എ കോമൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഓഫ് superficial layer of skin extending to the superficial lymphatic vessels within the skin. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ സൂപ്പർഫിഷ്യൽ പുറമേയുള്ള സ്കിൻ ലേയേഴ്സിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് കണ്ടീഷൻ ആണ് എരിസിപ്പലസ്. അപ്പം സെൽഫ് ലിമിറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് കോസ് ചെയ്യുന്ന സെൽഫ് ലിമിറ്റഡ് ആയിട്ടുള്ള ഡിസീസസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന എക്സാമ്പിൾസ് ആണ് ഫാരിഞ്ചൈറ്റിസ്, ഇംപെറ്റിഗോ, അതുപോലെ തന്നെ എരിസിപ്പലസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് ഇൻവേസീവ് ആയിട്ടുള്ള ഈവൻ നമ്മുടെ എന്താണ് സിസ്റ്റത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ വരെ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ബാക്ടീരിയമ, പ്രസൻസ് ഓഫ് ബാക്ടീരിയ ഇൻ ബ്ലഡ്. അതുപോലെ നെക്രോടൈസിൻ ഫാസ്റ്റൈറ്റിസ്. നെക്രോടൈസിൻ ഫാസ്റ്റൈറ്റിസ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലഷ് ഈറ്റിംഗ് ഡിസീസ്. അപ്പൊ നെക്രോടൈസിൻ ഫാസ്റ്റൈറ്റിസിന് മറ്റൊരു നെയിം ആണ്, ഓർത്തിരിക്കുക. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഫ്ലഷ് ഈറ്റിംഗ്. എന്താണ് ഫ്ലഷ് ഈറ്റിംഗ് ഡിസീസ് എന്നും അറിയപ്പെടുന്നുണ്ട്. സോ ആ ഒരു ടേം നിങ്ങൾ ഓർത്തിരിക്കുക. ഫ്ലഷ് ഈറ്റിംഗ് ഡിസീസ് എന്നറിയപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാൽ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് കോസ് ചെയ്യുന്ന നെക്രോടൈസിൻ ഫാസ്റ്റൈറ്റിസിനെ തന്നെയാണ് നമ്മൾ ഫ്ലഷ് ഈറ്റിംഗ് ഡിസീസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഇൻഫെക്ഷൻ ദാറ്റ് കിൽ ദ ബോഡി സോഫ്റ്റ് ടിഷ്യൂസ്. നമ്മുടെ ബോഡിയുടെ സോഫ്റ്റ് ടിഷ്യൂസിനെ എല്ലാം തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഡിസീസസ് ആണ്. ഹാവ് എ സ്പ്രെഡിങ് നേച്ചർ. പെട്ടെന്ന് തന്നെ ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് റെഡ് അല്ലെങ്കിൽ പർപ്പിൾ ഓർ ബ്ലാക്ക് സ്കിന്ന്, സ്വെല്ലിങ്, സിവിയർ പെയിന്, ഫീവർ, വോമിറ്റിംഗ് ഒക്കെയാണ് ഇതിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി അത് കൂടാണ്ട് കോസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണ് മയോസൈറ്റിസ് എന്ന് പറയുന്നത്. എന്താണ് മയോസൈറ്റിസ്? മയോസൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് മസിൽസ്. നമ്മുടെ മസിൽസിന് വരുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണ് മയോസൈറ്റിസ്. ആൻഡ് ദെൻ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം. സ്ട്രെപ്റ്റോകോക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിൻസിന്റെ റിസൾട്ട് ആയിട്ട് വരുന്ന കണ്ടീഷൻ ആണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം എന്ന് പറയുന്നത്.
സോ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് എന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവ് കോക്കയാണ്. ചെയിൻ ആയിട്ട് അല്ലെങ്കിൽ പെയേഴ്സ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ആൻഡ് സ്ട്രെപ്റ്റോകോക്കസിനെ തന്നെ നമ്മൾ പല കാറ്റഗറി ബേസിസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്സിജൻ റിക്വയർമെന്റിന്റെ ബേസിസിൽ നമ്മൾ ഫാക്കൽറ്റേറ്റീവ് അനറോബ് എന്നും ഒബ്ലിഗേറ്റ് അനറോബ് എന്നും ക്ലാസിഫൈ ചെയ്തു. ആൻഡ് ഒബ്ലിഗേറ്റ് അനറോബ് ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കയ്ക്ക് എക്സാമ്പിൾ ആണ് പെപ്റ്റോസ്ട്രെപ്റ്റോകോക്കെ. ആൻഡ് ഫാക്കൽറ്റേറ്റീവിലേക്ക് വരുമ്പോഴത്തേന് അതിനെ തന്നെ ബ്ലഡ് അഗറിലുള്ള അതിന്റെ ഹിമോലൈസിസിന്റെ ബേസിസിൽ ആൽഫ ബീറ്റ ഗാമ എന്ന് ക്ലാസിഫൈ ചെയ്തു. ആൽഫ മീൻസ് പാർഷ്യൽ ലൈസിസ് ഓഫ് RBC. അതിന് നോർമലി അതിന്റെ വിറിഡൻസ് ഗ്രൂപ്പിലാണ് വരുന്നത്. ആൻഡ് കമൻസാൽ ആയിട്ടുള്ള ബാക്ടീരിയ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് ആണ് അത് കോസ് ചെയ്യുന്നത്. ബീറ്റ ഹീമോലൈസിസ് കാണിക്കുന്ന ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ് നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് ആണ്. അവിടെ കംപ്ലീറ്റ് ലൈസിസ് ഓഫ് RBC, ദെൻ നോൺ ഹീമോലിറ്റിക് ആയിട്ടുള്ള ഗാമ. ദെൻ ബീറ്റ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കി തന്നെ റെബേക്ക ലാൻസ്ഫീൽഡ് ഒരു 20 ഗ്രൂപ്പ്സിലായിട്ട് കാർബോഹൈഡ്രേറ്റ് ആന്റിജന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്രൂപ്പ് എയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് എന്നാണ് പറഞ്ഞത്. ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസിന് തന്നെ സെൽഫ് ലിമിറ്റഡ് ടു ഫെറ്റാലിറ്റി അല്ലെങ്കിൽ സെൽഫ് ലിമിറ്റഡ് കണ്ടീഷൻസ് മുതൽ ഇൻവേസീവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരെ കോസ് ചെയ്യുന്നുണ്ട്. സെൽഫ് ലിമിറ്റഡ് കണ്ടീഷൻ എക്സാമ്പിൾസ് പറഞ്ഞത് ഫാരിഞ്ചൈറ്റിസ്, ദാറ്റ് ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ഫാരിൻസ്. ദെൻ ഇംപെറ്റിക്കോ മീൻസ് നമ്മുടെ സ്കിന്നിലൊക്കെ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. മെയിൻ ആയിട്ട് നമ്മുടെ ചിൽഡ്രൻസിന്റെ ഒക്കെ കേസസിലാണ് ഫേസിലും ഡയപ്പർ ഏരിയാസിലൊക്കെയാണ് വരുന്നത്. എരിസിപ്പിലസ് സൂപ്പർഫിഷ്യൽ സ്കിൻ ഇൻഫെക്ഷൻസ് ആണ് എരിസിപ്പിലസ്. ഇനി സിവിയർ ആയിട്ട് വരുന്ന ഇൻവേസീവ് ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിലൊക്കെ ഇൻവേഡ് ചെയ്തിട്ട് അതായത് നമ്മുടെ സിസ്റ്റത്തിനെയൊക്കെ അഫക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് ആണ് ബാക്ടീരിയമ, നെക്രോടൈസിങ് ഫാസ്റ്റൈറ്റിസ്, ഓൾസോ നോൺ ആസ് ഫ്ലഷ് ഈറ്റിംഗ് ഡിസീസസ്. ഫ്ലഷ് ഈറ്റിംഗ് ഡിസീസ് എന്നാണ്. അപ്പൊ നമ്മുടെ ബോഡിയിലെ സ്കിന്നിന്റെ ഒക്കെ കളർ പേർപ്പിൾ ബ്ലാക്ക് ഒക്കെ ആവും, സ്വെല്ലിങ് സംഭവിക്കുന്നുണ്ട്, പെയിൻ, ഫീവർ, ഇതൊക്കെയാണ് അതിന്റെ സിംറ്റംസ് വരുന്നത്. ദെൻ മയോസൈറ്റിസ്, മസിൽസിന് വരുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ. ദെൻ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം. ഓക്കെ. Streptococcal pharyngitis or skin infection may have lasting sequelae as post-streptococcal rheumatic disease or glomerulonephritis respectively. Then streptococcal pharyngitis അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷന്റെ അനന്തരഫലമായിട്ട് അതായത് സ്ട്രെപ്റ്റോകോക്കസ് കോസ് ചെയ്യുന്ന ഫാരിൻസിന് വരുന്ന ഇൻഫ്ലമേഷന് ഈ കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിന് മൂലം വരുന്ന സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് ഒരു 2 to 4 വീക്സ് കഴിയുമ്പോഴത്തേന് ഡെവലപ്പ് ചെയ്യുന്ന രണ്ട് പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ സെക്വലി എന്ന് പറയുന്ന രണ്ട് കണ്ടീഷൻ ആണ് റുമാറ്റിക് ഡിസീസസ്, ഗ്ലോമുലോനെഫ്രൈറ്റിസ്. റുമാറ്റിക് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട്, അതേപോലെ ജോയിന്റ്സ്, ബ്രെയിൻസിനൊക്കെ വരുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണ്. ദെൻ ഗ്ലോമുലോനെഫ്രൈറ്റിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ കിഡ്നി ഫിൽട്ടർ ആയിട്ടുള്ള ഗ്ലോമറിലേക്ക് വരുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണ്. So there are several structural components of Streptococcus pyogenes which are responsible for its pathogenesis. അപ്പം Streptococcus pyogenesന്റെ കേസസിൽ കുറെ ഫാക്ടേഴ്സ് അതിന്റെ പതോജെൻസിന് കാരണമാവുന്നുണ്ട്. സ്ട്രക്ചറൽ കമ്പോണൻസ്, അതായത് അതിന് ഡിസീസ് കോസ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിക്ക് കാരണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറച്ച് സ്ട്രക്ചറൽ കമ്പോണൻസ് പ്രസന്റ് ആണ്. ദേ ഇൻക്ലൂഡ് സെൽ വോൾ അസോസിയേറ്റഡ് ഫാക്ടർ, എൻസൈംസ്, ടോക്സിൻസ്. അപ്പം അതിന്റെ പതോജെൻസിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സെൽ വോൾ അസോസിയേറ്റഡ് ഫാക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എൻസൈംസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ടോക്സിൻസ് ആയിരിക്കാം. മെനി ഓഫ് ദിസ് ആർ ആന്റിജെനിക് ഇൻ നേച്ചർ ആൻഡ് ഇവോക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പം ഇതിലെ മോസ്റ്റ് ഓഫ് ദീസ് ഫാക്ടേഴ്സും ആന്റിജെനിക് ഇൻ നേച്ചർ ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ബോഡിയിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഡിഫൻസ് മെക്കാനിസം ആക്ടിവേറ്റ് ആയിരിക്കും. അതാണ് പറഞ്ഞത് ആന്റിജെനിക് ഇൻ നേച്ചർ. ആന്റിജെനിക് മീൻസ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ അതെന്താണ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്തിരിക്കും. സോ സ്ട്രെപ്റ്റോകോക്കസ് പയോജെൻസ് മോസ്റ്റ് സീരിയസ് സ്ട്രെപ്റ്റോകോക്കൽ പതോജൻ ആണ്. ഇത് നോർമലി കാണപ്പെടുന്ന നമ്മുടെ ത്രോട്ടില്, നാസോഫാരിൻസിൽ, സ്കിന്നിലൊക്കെയാണ് കാണപ്പെടുന്നത്. ആൻഡ് മോർഫോളജി വൈസ് നോക്കുകയാണെങ്കിൽ ദേ ആർ ഗ്രാം പോസിറ്റീവ്, സ്പെറിക്കൽ, ഓവോയിഡ് കോക്കെ അറേഞ്ച്ഡ് ഇൻ ലോങ് ചെയിൻസ്, നോൺ മോട്ടൈൽ ആണ്. ദെൻ ക്യാപ്സ്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരുമ്പോഴത്തേന് ദേ ആർ ഫാക്കൽറ്റേറ്റീവ് അനറോബ്, ഓക്സിജന്റെ പ്രസൻസിലും ആബ്സെൻസിലും ഗ്രോ ചെയ്യുന്നുണ്ട്. Best growth achieved at 7.4 to 7.6 and temperature 37 degrees Celsius. Required enriched medium for growth. Growthന് വേണ്ടിയിട്ട് enriched medias ആവശ്യമുണ്ട്. Colonies are around 1 millimeter in diameter, surrounded by a zone of clear hemolysis.
semi-transparent and vary in appearance. Then biochemical properties produce many virulence factors, that is production of enzymes and toxins. അപ്പോൾ ബയോകെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോൾ ഇത് കുറേ വിർലൻസ് ഫാക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് എൻസൈംസും ടോക്സിൻസുമാണ്. അപ്പോൾ വിർലൻസ് ഫാക്ടേഴ്സിലേക്ക് വരുമ്പോഴത്തേന് സെൽ വോൾ അസോസിയേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്. എന്താണ് സെൽ വോൾ അസോസിയേറ്റഡ് ഫാക്ടേഴ്സ്? അതേപോലെ തന്നെ അതിൽ തന്നെ കുറേ വിർലൻസ് ഫാക്ടേഴ്സ് ഉണ്ട്. സോ വിർലൻസ് ഫാക്ടേഴ്സ് എന്നൊരു ടോപ്പിക് ഞാൻ നെക്സ്റ്റ് സെക്ഷൻ എടുത്തു പോവാം, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ നമുക്ക് ഇത്രയും വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഈ ഒരു സെക്ഷൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്ട്രെപ്റ്റോകോക്കസിനെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞു വന്നു. അതേപോലെ തന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഹീമോലൈസിസിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ, സെൽ വോൾ നേച്ചറിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷൻ അണ്ടറിൽ മെയിൻ ആയിട്ടും പറയുന്നത്. ദെൻ സ്ട്രെപ്റ്റോകോക്കസിന്റെ ഇൻഫെക്ഷൻസ് പറയുമ്പോൾ സെൽഫ് ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് മുതൽ ഇൻവേസീവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരെ കോസ് ചെയ്യുമെന്ന് പറഞ്ഞു. ആൻഡ് ഇതിന്റെ സെക്വലി ആയിട്ട് നമ്മൾ പറയുന്ന രണ്ട് കണ്ടീഷനാണ് റൊമാറ്റിക് ഫീവറും ഗ്ലോമറുലോ നെഫ്രൈറ്റിസും. സോ സ്ട്രെപ്റ്റോകോക്കസിന്റെ വിർലൻസ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് ഇതിന്റെ സെക്കൻഡ് സെക്ഷൻ ആയിട്ട് നോക്കാം. ഈ ഒരു സെക്ഷൻ ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.